രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഡൽഹിയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ശരാശരി രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ കാപട്യങ്ങളും കപടതകളും കള്ളത്തരങ്ങളും എല്ലാം പഠിച്ചു വന്നൊരാളുമല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണെന്നല്ല. ഞാനും രാഷ്ട്രീയ രംഗത്തൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളാണ്. കാര്യം രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല മെയ്വഴക്കമുള്ള ആളാണ്. ജനങ്ങളെ പറയും, പറ്റിക്കും, എല്ലാം ചെയ്യും, പരിഹരിക്കാമെന്ന് പറയും. എനിക്കൊരു നാട്ടിലൊരു എനിക്ക് പല ആളുകളെയും അറിയാം. അത് കൂട്ടത്തിൽ എൻ്റെ പഞ്ചായത്തിലുണ്ടായിരുന്നൊരു പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം ചെയ്തത് ശരിയാണ്, ഏത് കാര്യം കേട്ടാലും ശരിയാക്കാമെന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിനോട് ശരിയാക്കാൻ പറ്റാത്ത കാര്യവും പ്രധാനമന്ത്രിയെ ചിലപ്പം കോടതിയിൽ നിന്ന് സുപ്രീം കോടതി ശരിയാക്കേണ്ട കാര്യമാണെങ്കിലും നമുക്ക് ശരിയാക്കി കളയാമെന്ന് പറയും. അങ്ങനെ ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കും. ആ നിലയിലുള്ള ശരാശരി രാഷ്ട്രീയക്കാരനായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് എം പി ആയതിനു ശേഷം രാജ്യസഭ എം പി ആയതിനു ശേഷം മന്ത്രിയായി. അങ്ങനെ കുറേ വർഷത്തെ, എന്തായാലും ബി ജെ പിയിൽ കുറേ വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹം, മന്ത്രിയായും എം പി ആയിട്ടൊക്കെ. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, ഒരു ചാനലിൻ്റെ മേധാവിയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ണറാണ്, പ്രൊമോട്ടറാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം വളരെ സത്യസന്ധമായൊരു നിലപാടെടുത്തു ഈ വിഷയത്തിൽ. എന്താ വിഷയം? ഇങ്ങനെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ CBCക്കാർ, അതായത് കത്തോലിക്ക ബിഷപ്പിൻ്റെ അസോസിയേഷൻകാർ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, സഹായം അഭ്യർത്ഥിച്ചു. ആ നിമിഷം രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിലേക്ക് ബന്ധപ്പെട്ടു, ഡൽഹിയിൽ ബന്ധപ്പെട്ടു, അനൂപ് ആൻ്റണി അങ്ങോട്ട് അയച്ചു, ഷോൺ ജോർജിനെ അയക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഷോൺ ജോർജിൻ്റെ പിതാവ് GC ജോർജിന് സുഖമില്ല കിടന്നതുകൊണ്ട് അപ്പോൾ പോകാൻ പറ്റില്ല. പിന്നെ ഷോൺ ജോർജും പോയി. അപ്പോൾ ആ നിലയിൽ വളരെ സത്യസന്ധവും കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ പോയി അവിടെ പ്രധാനമന്ത്രിയെ കണ്ടു, അമിത്ഷായെ കണ്ടു. നമ്മൾ മനസ്സിലാക്കുക, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ പോകുന്നൊരു കാര്യമാണ്. അമിത്ഷായ്ക്കോ പ്രധാനമന്ത്രിക്കോ രാജീവ് ചന്ദ്രശേഖരനോ നിങ്ങൾക്കോ എനിക്കോ കോടതിയിൽ കയറി ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെ വക്കീല്, കേസ്, ജഡ്ജി, വക്കീല്, കോടതി, FIR, പേപ്പർ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് വേണമെങ്കിൽ ഒന്ന് മയപ്പെടുത്തി ജാമ്യം പെട്ടെന്ന് കൊടുക്കാം, അത്ര മാത്രമേ അതിനകത്ത് ചെയ്യാൻ പറ്റൂ. ബാക്കി കേസിനെ സ്വാധീനിക്കുന്നതെല്ലാം തെളിവുകളാണ് കൂടുതൽ വരുന്നത്. അവിടെ ഒരു ന്യായത്തിനും കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖർ അല്ല, ഇനി സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞാൽ പോലും നടക്കുന്ന കാര്യങ്ങളല്ലാതെ കോടതി പ്രൊസീജിയറാണ്, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പാലിച്ച് കഴിയൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വളരെ സത്യസന്ധമായി ഇടപെടുകയും അദ്ദേഹം ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കുറേ നേതാക്കൾ പോയി ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, ആളുകളെയൊക്കെ അച്ഛന്മാരെയൊക്കെ പോയി കണ്ടു, തെറ്റിദ്ധരിപ്പിച്ച് വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കി. അച്ഛന്മാരും അവർ വൈകാരികമായ വിഷയങ്ങളിൽ ഇടപെട്ടു. കേക്ക് കൊടുത്തതും പഴം കൊടുത്തതും ലഡു കഴിച്ചതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായി, വലിയ വിവാദങ്ങളായി. ഞാനൊരു സംശയം ചോദിക്കട്ടെ, BJP എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ മുൻതൂക്കമുള്ള ഒരു സംഘടനയാണ്, തർക്കമില്ലല്ലോ. RSS എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പുരോഗമനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയാണ്. അത് പിന്നെ അവിടെ അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും ബൗദ്ധരും എല്ലാം ജീവിക്കണം എന്നുള്ള കൺസെപ്റ്റിലുണ്ട്. പക്ഷേ ആ കൺസെപ്റ്റ് നിൽക്കുമ്പോൾ തന്നെ ഹിന്ദുക്കളുടെ ഒരു നവോത്ഥാനമാണ് തുടക്കം വന്നത്. അങ്ങനെ ഹിന്ദുക്കൾക്ക് മുൻതൂക്കമുള്ള ഒരു BJP, അവർ മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിന്, രാജ്യത്തിന് ഭയമുണ്ടെങ്കിൽ അവരെ കേക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരെ ഭയം മാറ്റണ്ടേ? അവരുമായൊരു സൗഹൃദം വെക്കണ്ടേ? തെറ്റിദ്ധാരണകൾ മാറ്റണ്ടേ? എത്രയോ മുസ്ലിം സംഘടനകളായിട്ട് ഡൽഹിയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും BJP ചർച്ച നടത്തുന്നു, RSS ചർച്ച നടത്തുന്നു. മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ സർസംഘചാലക് എത്ര മീറ്റിങ്ങിലാണ് പോയി ചർച്ച ചെയ്യുന്നത്? അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത് പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്? അതേ ഞാൻ പറഞ്ഞല്ലോ, ശരാശരി രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് അതിൻ്റെ മെയ്വഴക്ക കുഴപ്പമുണ്ട്. പിന്നെ വളരെ ഫ്ലൂവൻ്റായിട്ട് കള്ളത്തരം കാണിച്ചുകൊണ്ടുള്ള മലയാളം പറയാനും അറിയത്തില്ല, ഭയങ്കര ഭാഷാ സാഹിത്യം അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവുമുണ്ട്. അതൊരു കുറവല്ല, പക്ഷേ അങ്ങനെ എന്നാലും നന്നായി മലയാളം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, എൻ്റെ വാദം, അങ്ങനെ സത്യസന്ധമായി ഇടപെടുന്ന വ്യക്തികളെ ക്രൂശിക്കാൻ പാടില്ല. കാരണം ഇത് കൃത്യമായി ഈ ബഹളങ്ങളൊന്നുമില്ലാതെ അവിടെ പോയി അടിയുണ്ടാക്കി, MP-മാരും കഴിയുന്നത്ര ആളുകൾ പോയി ബഹളമൊക്കെ ഉണ്ടാക്കി, അവിടെ ജയിലിന് മുമ്പിൽ ബഹളം ഉണ്ടാക്കി, 2 ഗ്രൂപ്പാക്കി, പാസ്റ്റർമാരുടെ സമരം, ബജറംഗളുടെ സമരം, വേണ്ട കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കാമായിരുന്നു. കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പല കേസുകളും വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ നേരത്തെ 2 പേരെ പിടിച്ചു, ആ കേസ് പറഞ്ഞാണ് അവർ പുറത്തു വന്നത്. 5 പേരെ 2021 കോൺഗ്രസ് ഭരിക്കുമ്പോൾ 5 പേരെ അവിടെ അറസ്റ്റ് ചെയ്തു. അത് പുരുഷന്മാരായിരുന്നു, പാസ്റ്റർമാരും പിന്നെ പിതാക്കന്മാർ, വൈദികരുമായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു. 2022 അറസ്റ്റ് ചെയ്തു. പിന്നെയാണല്ലോ അവിടെ BJP ഗവൺമെൻറ് വന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായുധമായി, ഒരു BJP വിരുദ്ധ രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നത് എങ്ങനെയെന്നും, സംഘപരിവാറുകളെ തെറി പറയുന്നത് എങ്ങനെയെന്നും, ഹിന്ദുക്കളെ തെറി പറയുന്നത് എങ്ങനെയെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇത് പോയി. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് BJP തകർക്കും, ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അകത്തിട്ടേക്കും എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷെ സഹായം അഭ്യർത്ഥിക്കുകയും
അദ്ദേഹം വളരെ സത്യസന്ധമായി ഇതിനകത്ത് ഇടപെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നൂലാമാലകൾ പിടിച്ച് കുറ്റം പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല. അത് ചെയ്യരുത്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് കേസുകളും കാര്യങ്ങളും വരാം. കാരണം 140 കോടിയിൽ പരം ജനങ്ങളുണ്ട്. അവരുടെ വൈവിധ്യം വളരെ വലുതാണ്. ഒരുപാട് മതപരിവർത്തന ശ്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഹർവാപ്പസി നടക്കുന്നു. കുറച്ച് പേർ ഹിന്ദുവിലേക്ക് തിരിച്ചു വരുന്നു, കുറച്ച് പേർ പോയവർ ക്രിസ്ത്യാനികളാകുന്നു. അതിന് നിർബന്ധിത മതപരിവർത്തനമുണ്ട് ഈ രാജ്യത്തെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ 10ഓളം സ്റ്റേറ്റുകൾ അങ്ങനെ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദു സന്യാസിമാരും ഒന്നിച്ചിരുന്ന് നമുക്ക് പരസ്പരം മതപരിവർത്തനം വേണ്ട, ഇഷ്ടമുള്ളവരാരെങ്കിലും മതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നെങ്കിൽ ചേർന്നോട്ടെ, നിർബന്ധിത മതപരിവർത്തനം വേണ്ട എന്ന് വളരെ കൃത്യമായി ധാരണകൾ ഉണ്ടാക്കിയത്. എഗ്രിമെൻ്റ് അല്ലെങ്കിലും ധാരണകൾ ഉണ്ടാക്കി. അങ്ങനെ 2 വിഭാഗത്തിലെ ക്രിസ്തീയ ഹിന്ദു മതവിഭാഗങ്ങളിലെ സന്യാസിമാർ തമ്മിലുണ്ടാക്കിയ ധാരണയും 10ഓളം സ്റ്റേറ്റിലുള്ള മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമവും, അത് 1967 മധ്യപ്രദേശിൽ വന്നത്. പിന്നെ ഒഡീഷ പല സ്റ്റേറ്റുകളിലും ഉണ്ട്, ഉത്തർപ്രദേശ്. അങ്ങനെ വന്ന നിയമങ്ങളൊക്കെ മനസ്സിലാക്കാതെ ഈ രാജ്യത്ത് ഏത് വിഭാഗക്കാർ പ്രവർത്തിച്ചാലും, അത് കന്യാസ്ത്രീ ആയാലും അച്ഛനായാലും ആര് പ്രവർത്തിച്ചാലും അതിൻ്റെ ഭവിഷ്യത്തുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടൊരു സിങ്ക്രണൈസ് ചെയ്തു പോകുന്ന ഒരു ഹാർമോണിക്കൽ ലൈഫ് നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തായാലും ഇവിടെ മതം മാറ്റം എന്നൊക്കെ പറയുന്നത് വ്യാപകമായി അങ്ങനെ മാറുന്നില്ല, മാറ്റാൻ എളുപ്പവുമല്ല. താല്പര്യമുള്ളവർ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ നിരീശ്വരവാദികളായിരിക്കട്ടെ. ചാർവാകന്മാർക്കും അവസരമുള്ള രാജ്യമാണ്, യുക്തിവാദികൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ രാജീവ് ചന്ദ്രശേഖരനെ ക്രൂശിക്കുന്നതോ അത്തരത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന എഫർട്ടിനെ കാണാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തിന് വക്കാലത്തെടുക്കുന്നതല്ല. പക്ഷേ സത്യസന്ധമായ ഒരു കാര്യം ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ അതിനെതിരെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് വർത്തമാനം പറയുന്നത് കാണുമ്പോൾ അതൊരു സുഖമായി തോന്നിയില്ല.